മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കി അടിമാലിയിൽ പെയ്ത കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. റോഡുകളിൽ നിന്ന് വെള്ളം ഒഴുകി കടകളിൽ നിറഞ്ഞിട്ടുണ്ട്. അടിമാലി ടൗണിലും വാളറ നേര്യമംഗലം ഭാഗത്തുമാണ് ശക്തമായ മഴ പെയ്തത്. ചാറ്റുപാറയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. സ്ഥലത്ത് നിന്ന് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം പെയ്തത് അതിശക്തമായ മഴയാണ്. വല്ലാത്ത ദുരിതത്തിലേക്ക് അടിമാലി മേഖല പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. നിലവിലത്തെ സാഹചര്യം എന്താണ് രാഹുൽ? ആര്യ, ഇപ്പോഴും ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നുണ്ട്. നമ്മൾ ഉള്ളത് അടിമാലി ചാറ്റുപാറയ്ക്ക് സമീപമുള്ള മൂകാംബിക നഗറിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ സാധിക്കും. ഇവിടെയുള്ള ഈ മൂകാംബിക നഗറിലെ ഏതാണ്ട് 60ഓളം വീടുകളിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. അല്പം വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി ശക്തമായിട്ടുള്ള വെള്ളക്കെട്ട് ഈ പ്രദേശത്തുണ്ട്. നിരവധി വീടുകളാണ് ഈ വെള്ളത്തിനടിയിൽ ആയിരിക്കുന്നത്. ഒരു നിലയുള്ള വീടുകളിലെ ആളുകൾ താൽക്കാലികമായി ബന്ധുക്കളുടെ വീടുകളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ 2 നിലയുള്ള ആളുകൾ അവരുടെ 2ാമത്തെ നിലയിലേക്ക് കയറി സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. ഈ പ്രദേശത്ത് ഏതാണ്ട് 1 മണിക്കൂർ മാത്രമാണ് ഈ അടിമാലി മേഖലയിൽ അതിശക്തമായ മഴ പെയ്തത്. പക്ഷേ ആ ഒരു മണിക്കൂർ പെയ്ത മഴയിൽ തന്നെ ഇവിടെ വെള്ളം കയറി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമ്മൾ ഈ നഗറിലുള്ള ഇവിടുത്തെ ജനപ്രതിനിധി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അതുകൂടാതെ ഈ വീട്ടിലുള്ള ആളുകൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. നമുക്ക് ജനപ്രതിനിധിയോട് നമുക്ക് വിവരങ്ങൾ ചോദിക്കാം. വീടില് എങ്ങനെ ഭയങ്കര മഴയായിരുന്നല്ലേ ചേച്ചി? മഴയായിരുന്നു. ഒരു 2:50 2:40 ആയപ്പോഴത്തേനും വലിയൊരു മഴ വന്നു. ആ മഴ വന്ന് ഒരു 40 മിനിറ്റ് നേരം നിർത്താതെ അങ്ങ് പെയ്തപ്പോൾ അടിമാലി 200 ഏക്കർ ഭാഗത്തുനിന്ന് തുടങ്ങി വെള്ളം കയറി വന്ന് അടിമാലി എല്ലാം ടൗണെല്ലാം കുറേ നേരം വെള്ളത്തിലായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് എല്ലാ പ്രാവശ്യവും വെള്ളം കയറാറുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മഴയിൽ വളരെ ശക്തമായിട്ട് ഉള്ള മഴയായിരുന്നു. ഇത്ര ശക്തമായിട്ടല്ല എങ്കിൽ പോലും വളരെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു. അന്നും വെള്ളം കയറി കുറേ വീടുകളിലേക്ക് നാശനഷ്ടങ്ങൾ. കാരണം പെട്ടെന്ന് ഇറങ്ങി മാറാൻ പറ്റാത്ത അവസ്ഥ, വണ്ടി വന്നൊന്ന് കയറി പോകാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അടിമാലിയിൽ നിന്ന് വരുന്ന, അതായത് മുകൾ മലനിരകളിൽ നിന്ന് വരുന്ന എക്കലും ചെളിയും വരെ ഈ അടിമാലി തോട്ടിക്കൂടെ ഒഴുകി വന്നിട്ട് ഈ തോട് നിറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ തോട് ദേവിയാർ പുഴയിലേക്ക് ഒഴുകുന്നതാണ്. അപ്പോൾ ഈ കയറി ശരിക്കും പറഞ്ഞാൽ അതൊന്ന് ക്ലീൻ ചെയ്യാൻ പോലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നമ്മൾ പഞ്ചായത്ത് ഇടപെട്ട് അത് ക്ലീനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് മഴയുണ്ടായത്. പകുതിയായിട്ട് നിർത്തി വെക്കേണ്ട വന്നു. മഴ കാരണം ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇതാണ് ഇവിടുത്തെ ഓരോ വീടുകളിലും വളരെ ബുദ്ധിമുട്ടിയ ഒരു ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണിപ്പോൾ. ഈ വീട്ടിലുള്ള ചേട്ടൻ കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ചേട്ടാ, പെട്ടെന്ന് വെള്ളം കയറുകയായിരുന്നോ? 2 മണിയുള്ള മഴയത്ത് പെട്ടെന്ന് വെള്ളം കയറിയായിരുന്നു. സാധാരണ ഇങ്ങനെ ഉണ്ടാവാറുള്ള. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുപോലെ തന്നെ സംഭവിച്ചായിരുന്നു. അന്ന് പിന്നെ രാത്രി ആയതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ലായിരുന്നു. പിന്നെ പകലായതുകൊണ്ട് അറിഞ്ഞു. വണ്ടിയൊക്കെ മാറ്റാൻ പറ്റി. കഴിഞ്ഞ പ്രാവശ്യം വന്ന വെള്ളത്തിനകത്ത് വണ്ടിയൊക്കെ മുങ്ങിപ്പോയായിരുന്നു. വെള്ളം കുറച്ചിറങ്ങിയിട്ടുണ്ടോ? കുറച്ചിറങ്ങിയിട്ടുണ്ട്. മഴ ശക്തമാകുകയാണെങ്കിൽ വീണ്ടും വെള്ളം കയറും. രാത്രി ആണെങ്കിൽ മാറി താമസിക്കേണ്ടി വരുമോ? ഞങ്ങൾ താമസിക്കാറില്ല. സാധനം പോകാറുണ്ടായിരുന്നു. സംഗതി ഇവിടെ പരിക്കകത്ത് ഒരു മുട്ടപ്പം വെള്ളം വരാറുള്ളൂ. ഞങ്ങളിവിടെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ മഴ മാറുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വെള്ളം ഇറങ്ങാറുണ്ട്. അതുകൊണ്ട് ആര്യ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നിരവധി വീടുകളിൽ ഇതിന് സമാനമായ അവസ്ഥയുണ്ട്. വീടിന്റെ അകത്തേക്ക് ശക്തമായ വെള്ളം കയറുകയാണെങ്കിൽ മാറി താമസിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. മഴ കനക്കുകയാണെങ്കിൽ എന്തായിരിക്കും സാഹചര്യം എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇപ്പോൾ എന്താണ് ഇടുക്കി ജില്ലയ്ക്ക് നൽകിയിട്ടുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ്? രാത്രിയിലും മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പുണ്ടോ? ആര്യ, വരും മണിക്കൂറുകളിലും അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് തന്നെയാണ് സാധ്യത. കാരണം 4 മണിക്ക് പുറത്തിറക്കിയ മുന്നറിയിപ്പ് പ്രകാരം 7 മണി വരെ ഓറഞ്ച് അലർട്ടാണ്. ആ സമയങ്ങളിൽ 3 മണി മുതൽ തന്നെ ശക്തമായിട്ടുള്ള മഴ ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നുണ്ട്. നേര്യമംഗലം വനമേഖലയിൽ നിരവധി ഇടങ്ങളിൽ മരം കടപുഴകി വീണും മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കൂടാതെ അടിമാലി കല്ലാർകുട്ടി റോഡിലും മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മറ്റൊരു സംഭവം ഉണ്ടായത് ഇടുക്കി രാജാക്കാടിന് സമീപം ഖജനാപ്പാറയിലാണ്. ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാഹനത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. അതുകൊണ്ട് രാത്രി സമയങ്ങളിലും ശക്തമായിട്ടുള്ള മഴയ്ക്ക് തന്നെയാണ് സാധ്യത. ഈ ഇടവിട്ടുള്ള മഴയാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ അതങ്ങ് മാറും. പക്ഷേ ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 1 മണിക്കൂറൊക്കെ പെയ്ത മഴയാണ് ഇത്തരത്തിൽ വലിയ ദുരിതം ഉണ്ടാക്കിയത്. ഒരു ദിവസം നിന്ന് പെയ്തുണ്ടാകുന്ന ഒരു ദുരിതമാണ് 1 മണിക്കൂർ പെയ്ത മഴയിൽ ഈ പ്രദേശങ്ങളിൽ ആകെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും വരും മണിക്കൂറുകളിലും മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ കാണുന്ന മേഖലകളിലെ ആളുകളെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വരും. വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് രാഹുല്. ഇതിപ്പോൾ എത്രത്തോളം കുടുംബങ്ങളെ ആ പ്രദേശത്ത് ബാധിച്ചിട്ടുണ്ട് ഈ വെള്ളക്കെട്ട്? ഇനിയിപ്പോൾ ഇവരെ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ?
ഇപ്പോൾ ഈ പ്രദേശത്ത്, അതായത് ഈ മൂകാംബിക നഗറിൽ മാത്രം ഏതാണ്ട് 60ഓളം കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിലെ ആ വീടുകളിൽ ഭൂരിഭാഗം വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഈ ജനപ്രതിനിധി നമ്മളോട് ചേരുന്നു. ഇപ്പോൾ ഈ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? നിലവിൽ വെള്ളം ഉള്ളിൽ കയറിയ വീടുകളിൽ നിന്നുള്ള ആൾക്കാരെ അത് റിലേറ്റീവുകളുടെ വീട്ടിലേക്ക് നമ്മൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൂടാതെ ഇനി ഒരു 20 മിനിറ്റോളം ഇങ്ങനെ ആദ്യമുണ്ടായ ഒരു മഴ പോലെ ഉണ്ടായാൽ ഇവിടുന്ന് എല്ലാവരും മാറ്റി പാർപ്പിക്കേണ്ടി വരും. ഇതുവരെ 3:30-ക്ക് മഴ കഴിഞ്ഞാണ്, പിന്നെ ചെറിയ ചെറിയ മഴകളുള്ളൂ. അതിന് ശേഷവും ഈ വെള്ളം ഇറങ്ങുന്നില്ല. അപ്പൊ ഇനി അത് അന്ന് 2:50 തൊട്ട് 3:40 ഇപ്പോൾ 60ഓളം കുടുംബങ്ങളെയാണ് ആ പ്രദേശത്ത് മാത്രം ഈ വെള്ളക്കെട്ട് ദുരിതം ബാധിച്ചിരിക്കുന്നത്. അടിമാലിയിൽ ആകെ വെള്ളക്കെട്ട് ഭീഷണി ഉണ്ടായിരിക്കുകയാണ്. വരും മണിക്കൂറുകളിലും ശക്തമായ മഴ ഇടുക്കിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. രാഹുൽ സുരേഷാണ് സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്.